ഒരു ഇന്നർ വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയരുത് ഈ ഒരു സാധനം നമ്മുടെ മേലുണ്ട്. അതാണ് ഒരു ഇന്നർ വെയറിന്റെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ. ബ്രാ എന്നൊക്കെ പറഞ്ഞ് ഇറുകി പിടിച്ച് കിടക്കണം, അങ്ങനെ ഒരു വിചാരമാണ്. ചിലരുടെ ബോഡി ചെറുതായിരിക്കും, പക്ഷെ അവർക്ക് വലിയ ബസ്റ്റ് ആയിരിക്കും. 34 ആയിരിക്കും, പക്ഷെ വലിയ ബസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് C കപ്പ് വേണം, D കപ്പ് വേണം. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ ഫുഡ് ഹാബിറ്റ്സ് മാറിയോട് കൂടിയിട്ട് ബോഡി നേച്ചർ മാറിയിട്ട് നമ്മുടെ കടയിൽ വരുമ്പോൾ അമ്മ 36 ആയിരിക്കാം, മകള് പക്ഷെ 38ഉം 40ഉം ഉള്ള അങ്ങനെ ഒത്തിരി കേസുകളുണ്ട്. സ്ത്രീകളുടെ ഒരു വിചാരമുണ്ട് പാഡ് ഉപയോഗിച്ചാൽ ബ്രസ്റ്റ് വലുതായി കാണും. മാമിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ചോദിച്ചാൽ പേര് മാത്രം പറഞ്ഞാൽ മതി എന്ന് എല്ലാവരും പറയും. എൻ്റെ ശരിക്കുള്ള പേര് ഷീല ഗ്രേസ് കൊച്ചോസേപ്പ്. ഷീല ഗ്രേസ് എന്നാണ് എൻ്റെ പേര്, ഒഫീഷ്യൽ നെയിം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ കൊച്ചോസേപ്പ് കല്യാണം കഴിച്ചപ്പോൾ ഗ്രേസ് മാറ്റിയിട്ട് കൊച്ചോസേപ്പായി. പക്ഷെ എപ്പോഴും എൻ്റെ പാസ്പോർട്ടിലും ഒക്കെ പക്ഷേ ഗ്രേസ് മുഖത്തെപ്പോഴും സൂക്ഷിക്കുന്നത്. ഗ്രേസ് സൂക്ഷിക്കണമല്ലോ. ഗ്രേസ്ഫുൾ ബൈ ഗോഡ്സ് ഗ്രേസ്. യെസ് മാം, ഒരു സംരംഭം ഉണ്ടാക്കുന്നതാണോ നിലനിർത്തുന്നതാണോ ബുദ്ധിമുട്ട്? നിലനിർത്തുന്നതാ. തുടങ്ങാനായിട്ട് എന്തൊരു എളുപ്പം. ഒരു സ്ഥലമാടാക്കി എടുക്കുന്നു, ഉള്ള പൈസ കൊണ്ട് കുറേ സാധനങ്ങൾ വയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ചെയ്യുന്നു. അത് വളർത്തുക, വർഷങ്ങളോളം നിലനിൽക്കുക, അതിൻ്റെ സൽപ്പേര് നിലനിർത്തുക, എംപ്ലോയീസിനെ കൂടെ നിർത്തുക, നമ്മുടെ അസോസിയേറ്റ്സിനെ കൂടെ നിർത്തുക, ഇതൊക്കെ വളരെ ചാലഞ്ചിങ് ആണ്. അതാണ് ചാലഞ്ചിങ്. തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണല്ലോ തുടങ്ങുന്ന ഒരുപാട് പേരൊന്നും വിജയിക്കുന്നില്ലല്ലോ. അക്കോർഡിംഗ് ടു സയൻസ് 100 പേര് തുടങ്ങിക്കഴിഞ്ഞാൽ 90% ഫെയിൽ ചെയ്യുന്നത് വേറെ പല ഫാക്ടേഴ്സാണേ. അതുകൊണ്ടാണ് എല്ലാ ഫാക്ടേഴ്സും കൂടെ വരുമ്പോഴാണ് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുന്നത്. അതിൽ 1-2 ഫാക്ടേഴ്സ് മാറിക്കഴിഞ്ഞാൽ താഴോട്ട് വരും. എന്തായാലും ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് മാനേജ്മെന്റ് ഗെയിം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. ഒന്ന് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ മനസ്സ് തിരിച്ചറിയുക. കസ്റ്റമറെ റെസ്പെക്ട് ചെയ്യില്ല ഒരുവിധ ആൾക്കാരൊന്നും. പൈസ പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ ഇനി നീ അനുഭവിച്ചോ എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒത്തിരി ബിസിനസ്സുകാരുണ്ട്. എനിക്കും ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. അല്ല, അതിനേക്കാൾ ഉപരി ഇപ്പം മാം ഒരു ഗാർമെന്റ് ഡിസൈൻ ചെയ്യുന്നു. അതിപ്പോൾ നോർമൽ ഗാർമെന്റ് ആയാലും അണ്ടർ ഗാർമെന്റ്സ് ആയാലും ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് മനുഷ്യർ ഇഷ്ടപ്പെടുക, കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കുക, ഉപയോഗിച്ച ആള് സാറ്റിസ്ഫൈഡ് ആക്കുക. കുറെ ആള് ഉപയോഗിക്കുക എന്നുള്ളതിനേക്കാളും 10 പേര് ഉപയോഗിച്ചാൽ മതി. ആ ഉപയോഗിച്ചവര് ഹാപ്പി ആവണം. അവർ 100 പേരോട് അത് പറയണം. അല്ല, അപ്പോൾ അതിന് എന്താണ് സ്വാഭാവികം? നമ്മുടെ ഒരു നിരീക്ഷണം അനുസരിച്ച് അങ്ങ് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണോ? അതിനൊരു റിസർച്ച് ഉണ്ടോ? അതിനേക്കാൾ ഉപരി ഇതിനകത്തൊരു ഒരു 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 വിസ്ഡം ലെവൽ ഓഫ് തോട്ട് പ്രോസസ് ഉണ്ടോ? എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിനെ ഫിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്? ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സയൻസ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ തുണിയാവട്ടെ, ആ തുണി അത് ശരീരത്തിന് ചേരുന്നതാണോ, ചൂടെടുക്കുമോ, സ്ട്രെച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുമോ, അലർജി ഉണ്ടാക്കുമോ, അതൊരു കാര്യം. ഇനി അതൊന്നും ഉണ്ടാക്കുന്നില്ല, അലർജി ഉണ്ടാക്കാത്ത തുണികളും ഉണ്ട്. പക്ഷെ ദേഹത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേല് ഒരു ഇന്നർ വെയർ എന്ന് പറഞ്ഞാൽ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയരുത് ഈ ഒരു സാധനം നമ്മുടെ മേലുണ്ടെന്ന്. അതാണ് ഒരു ഇന്നർ വെയറിൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഒരുപാട് സയൻസ് ഉണ്ട്. അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഫിറ്റ്, അതിൻ്റെ പല ബോഡി ഷേപ്പാണ് ആൾക്കാർക്ക്. അപ്പം നമുക്ക് സാധനം ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഇത് ശരിക്കുള്ള ആളെ കൊണ്ട് ശരിക്കുള്ള സൈസ് ഇടിപ്പിക്കുക എന്നുള്ളതാണ് വേറെ ചാലഞ്ച്. 80% ആൾക്കാർക്കും അറിയില്ല അവരുടെ സൈസ് ഏതാണെന്ന്. അങ്ങനെ ഒരു സാധനമുണ്ട്. എന്നിട്ട് അവർ പ്രൊഡക്റ്റിനെ കുറ്റം പറയും. എന്നിട്ട് അവർ പ്രൊഡക്റ്റിനെ കുറ്റം പറയുകയും ചെയ്യും. അവർക്ക് അറിയില്ല. അപ്പോൾ വണ്ണം വയ്ക്കുന്നതനുസരിച്ചിട്ട് മെഷർമെൻറ്റ് മാറ്റണം. അതുപോലെ തന്നെ എന്തോ മലയാളികൾക്ക് പ്രത്യേകിച്ചും അങ്ങനെ ഒരു വിചാരമാണ്. ബ്രാ എന്നൊക്കെ പറഞ്ഞ് ഇറുകി പിടിച്ച് കിടക്കണം, അങ്ങനെ ഒരു വിചാരമാണ്. അപ്പോൾ എന്നെക്കാളൊക്കെ ഭയങ്കര വണ്ണമുള്ള ആൾക്കാരൊക്കെ എന്നോട് വന്നിട്ട് പറയും, ഞാൻ വെറുതെ ഞാൻ ഈ ബ്രാഡ് ബിസിനസ്സിലായതുകൊണ്ട് എനിക്ക് ഫ്രീഡം ഉണ്ട് ചോദിക്കാനായിട്ട്. ഞാൻ ചെയ്ത് സൈസാണ് ഉപയോഗിക്കുന്നത്, 34 എന്ന് പറയും. ഞാൻ 34 നിങ്ങൾ ശ്വാസം മുട്ടി ചാവും അതൊക്കെ ഇട്ടാലെന്ന് പറയും. അപ്പോൾ അവർക്കറിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളുടെ എല്ലാ ഷോപ്സിലും ഒരു കംഫർട്ട് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട്, അവിടുത്തെ സെയിൽസ് ഗേൾസിന് എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തിട്ട് അതിൽ ഏറ്റവും നന്നായിട്ട് ഇതൊക്കെ മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിവുള്ള ആൾക്കാരെ
ഒരു എല്ലാ ഷോപ്പിലും ഒരു കംഫർട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരോട് ചോദിക്കും കസ്റ്റമറോട്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ സംശയമുണ്ടോ, നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിലോ കംഫർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർ മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് അവർക്ക് കറക്റ്റുള്ള സൈസ് പറഞ്ഞു കൊടുക്കും, ട്രൈ ചെയ്തിട്ട്. അപ്പോൾ അത് വലിയൊരു അതുകൊണ്ട് കസ്റ്റമേഴ്സിന് അത് വലിയൊരു സഹായമാണ്. അല്ലെങ്കിൽ ഇത് ആരോടൊരു വെറുതെ ഒരു വലിയൊരു കടയിൽ പോയിട്ട് കഴിഞ്ഞാൽ അവരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ വലിയ കടയിൽ. സാധാരണഗതിയിൽ ഇത് പുരുഷന്മാർ ഇത്തരത്തിൽ ഓക്കെ, പക്ഷെ സ്ത്രീകൾ അവരുടെ ശരീരം മനസ്സിലാക്കുകയും സ്ത്രീകൾ അവരുടെ മനസ്സ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന അത് ഇതാണ് അവർക്ക് ആ ഒരു തെറ്റിദ്ധാരണകളാണ്, ഇറുകി പിടിച്ച് കിടക്കുന്ന അതാണ് ബ്രാ എന്നൊരു മനസ്സിലെങ്ങനെയോ അത് കയറിയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മാം ഈ സൈസും കപ്പും തമ്മിൽ ഇപ്പം നമ്മൾ ചോദിക്കും ഏത് കപ്പ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പൊക്കെ എന്തിനാ സൈസ് ഇത്ര 34, 36, 38 എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്? അതാ ഞാൻ പറഞ്ഞ പല ബോഡി നേച്ചർ ഉണ്ടല്ലോ. ചിലർ ഇപ്പം ABCDEFG അങ്ങനെ കപ്പുകൾ അത്രയുണ്ട്. അത് ചിലർ ബോഡി ചെറുതായിരിക്കും പക്ഷെ അവർക്ക് വലിയ ബസ്റ്റ് ആയിരിക്കും, 34 ആയിരിക്കും പക്ഷെ വലിയ ബസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് C കപ്പ് വേണം, D കപ്പ് വേണം. പക്ഷെ ഇതൊന്നും ഇതൊന്നും നമ്മുടെ നാട്ടിൽ, പക്ഷെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ പിന്നെ അവർക്ക് വലിയ ജനറലി ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബോഡി എന്ന് പറയുമ്പോൾ സ്മോളർ അപ്പർ ബോഡിയും ബിഗർ ലോവർ ബോഡിയുമാണ് കേരളത്തിൽ സൗത്ത് ഇന്ത്യൻസ്. പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ വെസ്റ്റേണേഴ്സൊക്കെ സാരി ഉടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർക്ക് ബാക്കൊക്കെ ഇങ്ങനെ ഒട്ടി കിടക്കും, അവർക്ക് ബട്ടക്സൊക്കെ വളരെ ഇതാണ്. പക്ഷെ സൗത്ത് ഇന്ത്യൻ ബോഡി അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ കപ്പ് സൈസിൻ്റെ ഇത് കുറവാണെങ്കിലും ലേറ്റ്ലി ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ അവർ ഈ ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സ് മാറിയോട് കൂടിയിട്ട് ബോഡി നേച്ചർ മാറിയിട്ടുണ്ട്. നമ്മുടെ കടയിൽ വരുമ്പോൾ അമ്മ 36 ആയിരിക്കാം, മകൾ പക്ഷെ 38ഉം 40ഉം ഉള്ള അങ്ങനെ ഒത്തിരി കേസുകൾ ഇപ്പോഴുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ. അപ്പോൾ അങ്ങനെയാണ് ഈ സൈസിൻ്റെ ഇഷ്യൂ വരുന്നത്. നിരന്തരം ഒരു നിരീക്ഷണം വേണ്ട ഒരു തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇപ്പോൾ ഒരു സാധനം ഇറക്കി മാർക്കറ്റിൽ എന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് അവിടെ കഥ അവസാനിക്കുന്നില്ല. പിന്നെയും നമ്മളത് എടുത്തുകൊണ്ടൊന്ന് വലിച്ചു പറിച്ച് നോക്കി അഴിച്ചു നോക്കി, അല്ലെങ്കിൽ എന്താണ് അതിനെന്തെങ്കിലും ഇനി അത് എങ്ങനെ ഇമ്പ്രോവൈസ് ചെയ്യാം, എലാസ്റ്റിക് തന്നാൽ അതാകാൻ പറ്റുമോ, ഹുക്കനായി ഒന്നുകൂടി ഇമ്പ്രോവൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെ എപ്പോഴും ഇമ്പ്രോവൈസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബോഡിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് സാഗിങ് ബ്രസ്റ്റ് എന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, പോസ്റ്റ് ഡെലിവറി ആയിരിക്കും വരിക. അത് പലപ്പോഴും നമ്മൾ ഒരു കാലം വരെ, ഇപ്പോഴത്തെ കാലത്തിൽ വലുതായിട്ട് കാണുന്നില്ല, കാലം വരെ ആ സാഗിങ് ബ്രസ്റ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ആളുകൾ പക്ഷെ വി സ്റ്റാറിന്റെ ഒരു സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, അത് ഞാൻ പേഴ്സണലി അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് അവിടെ മാം പറഞ്ഞു, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ആ കംഫർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നോട് സംസാരിച്ചതെന്ന്. അപ്പോൾ അവർ പറയുന്ന ഒരു സംഭവം, അപ്പോൾ ഞാൻ അത് നോക്കുന്നത് ശരിയാവോ എന്ന് നോക്കിയിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കിയത്. കറക്റ്റായിട്ട് സപ്പോർട്ടിങ് എന്നൊരു സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മുടെ സ്ത്രീകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു തിൻ പാഡ് ഉപയോഗിക്കുന്നത് സപ്പോർട്ടിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. പക്ഷെ സ്ത്രീകളുടെ ഒരു വിചാരമുണ്ട് പാഡ് ഉപയോഗിച്ചാൽ ബ്രസ്റ്റ് വലുതായി കാണും. നേരെ ഓപ്പോസിറ്റാണ്. ആ ഒരു തുണിക്ക് എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും വെയിറ്റ് അല്ലെങ്കിൽ ആ ഷേപ്പ്, സമയം ഒരു മോൾഡഡ് അല്ലെങ്കിൽ ഒരു ഷേപ്പുള്ള ഒരു ബ്രാ എന്ന് പറഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഷേപ്പ് അവിടെ നമ്മുടെ ബോഡീനെ പിടിച്ച് അവിടെ നിർത്തും സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോഴും എല്ലാവരും ഓക്കെ വീട്ടിൽ കംഫർട്ടബിൾ ആവണമെങ്കിൽ നമുക്ക് പാഡഡ് ഉപയോഗിക്കണമെന്നില്ല. ബട്ട് വെൻ യു ഗോ ഔട്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദാറ്റ് യു യൂസ് തിൻ പാഡ്. ചെറിയ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ തിക്ക് പാഡഡ് ഒരു ബ്രാ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്കൊരു ദുപ്പട്ട ഇട്ടില്ലെങ്കിലും വൃത്തികേടില്ല, കൺസീൽ ചെയ്യും എല്ലാതും, ഒന്നും നത്തിങ് വിൽ ബി ഷോൺ ഔട്ട്. അപ്പോൾ എപ്പോഴും അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതറിയാഞ്ഞിട്ടാണ് ആളുകൾ അത് ഭയങ്കര വൃത്തികേടാ, പക്ഷെ സാഗ് ചെയ്ത് ഷേപ്പില്ലാതെ നടക്കേണ്ട ആവശ്യമില്ല. വെൻ തിങ്സ് ആർ പ്രൊഡക്ട്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് യു ഷുഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, പ്രീ ടീൻസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, പ്രീ ടീൻസ് എന്ന് പറയുമ്പോൾ കുറേ നമ്മൾ ഓൺലൈനിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു അഡ്വൈസ് പേരൻസിനോട് അല്ലെങ്കിൽ അമ്മമാർക്കോ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കാനുള്ളത്? നമുക്ക് ബിഗിനേഴ്സ് ബ്രാ ഉണ്ട്, കുട്ടികൾ ഒരു പ്യൂബർട്ടി ഒക്കെ കഴിയുമ്പോൾ അത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ അവർക്ക് ദേ വിൽ ബി കോൺഷ്യസ്, അവർക്ക് ബ്രസ്റ്റൊക്കെ വളരുന്ന പ്രായമാണ്. അപ്പോൾ അവരിങ്ങനെ കുനിയാനും കൂനി പിടിച്ച് നടക്കാനും ഇത് കാണാതിരിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ള ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് പിന്നെ ഞങ്ങൾ
ചിലപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ സ്കൂൾസിലൊക്കെ പോയിട്ട് ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട്. ഇങ്ങനെ ഏത് പ്രായത്തിൽ ഏത് സമയത്ത് കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങണം എന്നൊക്കെ. അത് ആളില്ലാത്തതുകൊണ്ട് കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ അത് വീണ്ടും തുടങ്ങണം. പിന്നെ ഇപ്പം പക്ഷേ എനിക്ക് തോന്നുന്നു പാരൻസ് ആർ ഓൾസോ വെൽ എഡ്യൂക്കേറ്റഡ് ആ കാര്യത്തിൽ. കാരണം ഒരുപാട് സോഷ്യൽ മീഡിയയിലും ഒക്കെ അല്ലെങ്കിൽ ഇപ്പം ഓൺലൈൻ മാർക്കറ്റിലും ഒക്കെ ഒരുപാട് ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഉണ്ട്. നമുക്കും നമ്മളും അതൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ചെറിയ റീൽസായിട്ടും ഒക്കെ അമ്മമാർ കുട്ടികൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ കടയിൽ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് വി സ്റ്റാറിന് തന്നെ ഇവിടെ ഒരു 60 എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒരു 5000 വേറെ മൾട്ടി ബ്രാൻഡ് ഷോപ്പുകളും നമുക്കുണ്ട് കേരളത്തിൽ. അപ്പോൾ അവിടെ വരുമ്പോൾ അവരൊക്കെ അത് പറഞ്ഞു കൊടുക്കും. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് സ്കൂൾ റീ ഓപ്പണിങ് സമയത്ത് ഭയങ്കര നന്നായിട്ട് മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റായിട്ട് മാറി പണ്ടത്തെക്കാളും. അപ്പം എനിക്ക് തോന്നുന്നു പാരൻസിനും കുട്ടികൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീകളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് എനിക്കൊന്ന് ബ്രേസിയേഴ്സ് ആണ് പ്രധാനമായും, പിന്നെ മറ്റു കാര്യങ്ങളുമുണ്ട്. പക്ഷെ ഇതിനൊരു വലിയ പൊളിറ്റിക്കൽ ചരിത്രമുണ്ട്. അമേരിക്കയിൽ പണ്ട് ബ്രാ ബേണിംഗ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ, അതായത് സ്ത്രീകളെ പരിമിതപ്പെടുത്താനുള്ള ഒരു പ്രോഡക്റ്റാണ് ബ്രാ എന്നുള്ള ഒരു ചിന്ത ലോകത്തൊരു വലിയ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. സ്ത്രീകൾ പൊതുവായി ബ്രാ കൂട്ടിയിട്ട് തീയിലേക്ക് എറിയുകയും ബ്രാ ഇല്ല ഞങ്ങളിത് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു കേരളത്തിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നടന്നിട്ടുണ്ട് സമരം അല്ലേ. അത് മറയ്ക്കാൻ പാടില്ല അല്ല, അത് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മറ്റൊരു ഒരു സംരംഭം. പക്ഷെ അത് ആ സമരത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുലക്കരമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന നാടാണ്. ഇതൊരു സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു ഉപകരണമായി അതിപ്പം എന്താ പറയുക, പല ആൾക്കാർ പലതരത്തിൽ ഓരോ പെർസ്പെക്റ്റീവാണ് അത്. അവര് എന്താ പറയുക, ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ചിലപ്പോൾ ഒരു റിബല്യസ് ആയിട്ടുള്ള ഗ്രൂപ്പ് അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ഉപയോഗിക്കാത്തത് ഒരു ഭംഗിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നില്ല. അല്ല, ഇനിയിപ്പോൾ പൂർണ്ണമായി സ്ത്രീകൾ ബ്രാ ഉപയോഗിക്കാത്ത ഒരു കാലം അന്നത്തെ കൂട്ട് തിരിച്ചു വന്നാൽ അതിനെ നേരിടാൻ നമ്മുടെ ബ്രാൻഡ് തയ്യാറാണോ? അങ്ങനെ വരില്ല, വന്നിട്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെ ഒരു ഗ്രൂപ്പ് അങ്ങനെ ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് അതാരും അത് എടുത്തില്ലല്ലോ, അത് ട്രഷ് ചെയ്തല്ലോ ഐഡിയ ഇല്ലല്ലോ. അല്ലെങ്കിൽ ലോകത്ത് ഇത്രയും ഇന്നോവയർ ബ്രാൻഡുകൾ വരില്ലല്ലോ. പിന്നെ എപ്പോഴും ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു ഷേപ്പിലിരിക്കുന്നത് തന്നെയാണ്. ഒരു ഏജൊക്കെ കഴിഞ്ഞ് തൂങ്ങി പിടിച്ച് അത് ഭയങ്കര വൃത്തികേടായിട്ട് കാണുമ്പോൾ അതൊരു അഭംഗിയല്ലേ ശരിക്കും പറഞ്ഞു. നമുക്ക് മൂവ്മെൻറ്റിനാണെങ്കിലും സത്യം നമുക്ക് എക്സസൈസ് ചെയ്യാം, ഓടാം, ചാടാം, മറ്റേ നമുക്ക് ഭയങ്കര കോൺഷ്യസ് അല്ലേ. ഈവൻ അത് ഡിസ്കംഫർട്ട് അല്ലേ, ഡിസ്കംഫർട്ട് ആൻഡ് പെയിൻഫുൾ സംടൈംസ്. ഈ ഒരു വലിയ കൊള്ളാവുന്ന ഒരു സാരി 1000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും. നല്ലൊരു പാവാട ഒരു 100-700 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ ഒരു ബ്രായുടെയോ പാൻറ്റീസിൻ്റെയോ ഒരു ബ്രീഫിൻ്റെയോ വില ഒരു ഹൈക്ഡ് ആണോ ഇതിൻ്റെ വില? എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. 350, 250, പിന്നെ 400, 500, 1000. അല്ല, 1000 രൂപയ്ക്ക് ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു മുണ്ട് ഇപ്പോൾ 800 രൂപയ്ക്ക് കൊടുത്താൽ നല്ല വലിയ മുണ്ട് കിട്ടും, ഖാദിയുടെ മുണ്ട് കിട്ടും. അപ്പം നമ്മൾ നേരെ മറിച്ച് ഒരു 50 രൂപയ്ക്ക് കിട്ടുന്ന ബ്രാൻഡ്, 100 രൂപയ്ക്ക് കിട്ടുന്ന ബ്രാൻഡ്, 200-ന് കിട്ടുന്നുണ്ട്, 1500-ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. അതല്ല എന്റെ ചോദ്യം, അതല്ല. ദാറ്റ്സ് ഓക്കെ. ബ്രാൻഡിന്റെ വാല്യൂ അല്ലെങ്കിൽ വില അതവിടെ നിൽക്കും. ബ്രാൻഡിന്റെ മാത്രമല്ല, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും കൂടിയിട്ടാ വില കൂടുന്നത്. വെറുതെ ഒരു തുണി കൊണ്ട് തയ്ച്ച വെറുതെ തുണി കൊണ്ട് എത്ര കൂടിയാലും ഇത്രയും ഒരു ചെറിയ മെറ്റീരിയൽ മാത്രം വേണ്ടി വരുന്ന ഒരു ഈ ബ്രായുടെ ഹുക്ക് ഈ മുഴുവൻ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാ. അതിന് അപ്പം തന്നെ ഒരു ലാൻഡിങ് കോസ്റ്റായി അതിന്. ഇവിടെ ഉണ്ടാക്കുന്നില്ല നല്ല ഇതും ഹുക്കും. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങളിപ്പോൾ എത്രയോ കോടികൾ ഇപ്പം ഉണ്ടാക്കിയാൽ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ എക്സോർബിറ്റന്റ് ആയിട്ട് വില കൂട്ടിയിട്ടല്ല, അതൊക്കെ കോസ്റ്റാണ് സാധനത്തിന്. അത്രയും ചെലവുണ്ട് അതിന്. തുണി കുറവാണെങ്കിലും അത്രയും ചെലവുണ്ടെന്ന്. എടുക്കുന്ന കുറച്ച് തുണിയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി വരുമ്പോഴല്ലേ പ്രശ്നം. ലൈക്ര ചേർക്കുമ്പോൾ വില കൂടുതലല്ലേ. ഞാൻ ഇപ്പം കൊച്ചൗസേപ്പ് ചിറ്റരപ്പള്ളി എന്ന വലിയ സംരംഭകനെ മാം വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സംരംഭകയാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? സംരംഭക ചിലപ്പോൾ ആവുമായിരിക്കും, പക്ഷേ ഈ ഒരു മാഗ്നിറ്റ്യൂഡിലാവണം എന്നില്ല. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ A to Z പഠിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം എൻ്റെ ഫാദറിനൊരു ടെക്സ്റ്റൈൽ
ജുവലറി ഷോപ്പാണ് ഉള്ളത്. ഉം. മേ ബി ഞാനൊരു ഷോപ്പ് തുടങ്ങുമായിരിക്കും ഉം, ഉം. അറ്റ് ദ മോസ്റ്റ്. ഉം. അല്ലാതെ ഇങ്ങനെ ഒരു CM ചെയിൻ സപ്ലൈയും ഒക്കെ ആയിട്ടുള്ള വലിയൊരു പരിപാടിയൊന്നും തുടങ്ങാൻ ചിലപ്പോൾ എനിക്കത് ഞാനങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഒരു BSc ഹോം സയൻസേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ എവിടെയും ജോലിയും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കതിനെ ഐ എം നോട്ട് എക്സ്പോസ് ടു എനി കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ബിസിനസ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനത് പഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ആയത്. ഞങ്ങൾ സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് കല്യാണം വന്നു, ഉം. അല്ലെങ്കിൽ ചിലപ്പോൾ 10 മാസം കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം. അപ്പം അതിന്റെ സംഗീതം മുതൽ എല്ലാം നമ്മൾ എടുക്കണമല്ലോ, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ പല ഷോപ്സ് ഉണ്ട്, പാർത്താസ്, അങ്ങനെ പല സ്ഥലത്ത് നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസസ് കിട്ടും. ഉം. ചിലപ്പോൾ പോയി കഴിയും നല്ല കല്ലൊക്കെ വെച്ച് അടിപൊളി ബ്ലൗസസ് കിട്ടും. പക്ഷെ ഇപ്പോൾ ആരും അങ്ങനെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഉം. ശരിക്കും. ഉം. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വി ഗാർഡിലുണ്ട്, ആ കളർ ഉണ്ടാവും, ആ ഷെയ്ഡ് ഉണ്ടാവും എന്ന് പറയും. എന്റെ ഭഗവാനെ, അത് എന്തൊരു സുഖാന്നറിയാം ഇടാൻ. അതെടുത്ത് അതെൻ്റെ ഒരു ഇന്നോവേറ്റീവ് എഴുതാൻ പ്രൊഡക്റ്റ് ആണ്. ആ, ആ, ആ. ഭയങ്കര നല്ല അതായത് പ്രോഡക്റ്റ്. റെഡിമെയ്ഡ് ബ്ലൗസ്. റെഡിമെയ്ഡ് ബ്ലൗസ് ഒരുപാടുണ്ട്. പക്ഷേ ഇതൊരു യുണീക്ക് പ്രൊഡക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും ഇടാം, മോൾക്കും ഇടാം. ഉം. വണ്ണം വെച്ചാലും ഇടാം, വണ്ണം കുറഞ്ഞാലും ഇടാം. സ്ട്രെച്ചബിൾ ആണ്. സ്ട്രെച്ച് ചെയ്യും. എന്നാൽ ചൂടെടുക്കില്ല. എന്നാ കറക്റ്റ് ഫിറ്റ്. എന്നാൽ കറക്റ്റ് ഫിറ്റ് ആണ്. നെക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ബ്ലൗസ് ആണ്. വേറെ ഒരുപാട് ബ്ലൗസുകൾ മാർക്കറ്റിലുണ്ട്. അപ്പം അതിൻ്റെ കഴുത്തൊക്കെ ഒരു ടീഷർട്ട് പോലെ കിടക്കും. അല്ലെങ്കിൽ ആ ഒരു ബ്ലൗസിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെക്ക് ലൈനും അതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്തും അതിൻ്റെ ഷോൾഡർ വെടുത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എനിക്ക് ഈ കട്ടിങ്ങും അതൊക്കെ കുറേ അറിയാവുന്നതുകൊണ്ട് അതൊക്കെ അതിൻ്റെ പെർഫെക്റ്റ്. അതെന്താണ് മാജിക്, എന്താണ് അതിപ്പോൾ ചിലർ ആർട്ടിസ്റ്റുകളില്ലേ, അവർ ജനിക്കുമ്പോൾ തന്നെ ആർട്ടിസ്റ്റുകളായിട്ട് ജനിക്കും. ചിലർ ജനിക്കുമ്പോൾ തന്നെ പാട്ടുകാരായിട്ട് ജനിക്കും. അതുപോലെ എനിക്ക് ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കട്ടിങ് ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ഡ്രസ്സുകൾ തയ്ക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഹോം സയൻസിൽ ഞാൻ സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോടൊരു ഫ്ലെയർ ഉള്ള ആളാണ്. അത് എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റി ഈ ബിസിനസ്സിൽ എന്നുള്ളതാണ്. അതാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി, മാം ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങാം എന്ന് മാം തീരുമാനിക്കായിരുന്നോ അതോ അദ്ദേഹം തീരുമാനിക്കായിരുന്നു? അദ്ദേഹം ഒന്നുമല്ല, ഞാനത്. ശരി. ആ തീരുമാനിച്ച് കാരണം പുരുഷന്മാർക്ക് എപ്പോഴും ഇഷ്ടം ഭാര്യമാരുടെ അടുക്കളയിൽ ചോറും കറിയൊക്കെ വെച്ച് ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ കംഫർട്ട് ലെവൽ അതാണല്ലോ. പക്ഷെ നമ്മുടെ കംഫർട്ട് ലെവൽ അതല്ലേ. അദ്ദേഹത്തിന് എതിർപ്പ് വല്ലതും ഉണ്ടായിരുന്നോ ബിസിനസ് തുടങ്ങും? എതിർപ്പൊന്നുമില്ല, പക്ഷെ അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് വലിയ കാറുണ്ട്, പൈസയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സമാധാനമായിട്ട് വീട്ടിലിരുന്ന് ടിവിയും കണ്ട് ഷോപ്പിങ്ങും ചെയ്ത് ഗാർഡനിങ് ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചാൽ മതിയല്ലോ. പക്ഷെ ഞാനങ്ങനെ ആ ടൈപ്പ് ആയിരുന്നില്ല. ഒരിക്കലും ഈ നമ്മളിപ്പോൾ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ കൊച്ചു ജോസഫ് സാറിനെ വളരെയേറെ പിന്തുടരുന്നവരാണ്. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ശരിയാന്ന് തോന്നാറുണ്ട്. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുമ്പം ഞാൻ പുള്ളിയുടെ തീരുമാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, മാം ബിസിനസ് തുടങ്ങിയപ്പം മാമിന് അദ്ദേഹം തന്നെ ലോൺ തന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർ വിവാഹം കഴിച്ച് 2 കുട്ടികളൊക്കെ കഴിഞ്ഞാൽ ഈ ഭാര്യമാർ ഇറിറ്റേറ്റിംഗ് ആയി തുടങ്ങുന്ന സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഭാര്യമാർ എൻഗേജ്ഡ് ആവാൻ എന്തെങ്കിലും ഒരു സ്ഥാപനം ഇട്ട് കൊടുക്കും. അതെ, അങ്ങനെ ഞാൻ റിട്ടേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഈ സ്ഥാപനം ഒരു 5, 6, 8, 10 വർഷം കൊണ്ട് പൈസ ഉള്ളവരാണ് ഒരു 10 ലക്ഷം രൂപ പോയാലും സമാധാനം ഇത് കഴിഞ്ഞ് അടുത്തത് ഇട്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു പതിവാണ്. പക്ഷെ നിങ്ങളുടെ കേസിൽ അങ്ങനെയല്ല. അദ്ദേഹം കുറച്ച് പണം കടം തന്നു. അതെ, അതിലും ഒരു വിസ്ഡം ഉണ്ട്. എന്നിട്ട് ആ പണം തിരിച്ചു വാങ്ങുന്നു. അതെ, ഇൻട്രസ്റ്റ് അടക്കം. ഇതിന് 2 തലത്തിൽ കാണാം. ഭാര്യയ്ക്ക് പൈസ എന്നിട്ട് തിരിച്ചു മേടിച്ച മനുഷ്യനായത്. എനിക്കത് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, ആരും അങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടില്ല. അല്ല, അത് സ്ത്രീകൾ പ്രത്യേകിച്ചും. അതായത് ഈ മനുഷ്യൻ എന്തുകൊണ്ട് എനിക്ക് കുറച്ച് പണം തന്ന് ബിസിനസ് തുടങ്ങാൻ തുടങ്ങിയിട്ട് അതല്ല, വേറെ എല്ലാവർക്കും കാര്യം ഒരു കൊടുക്കുന്നുണ്ട്. പലിശയല്ല, ലോണൊന്നും അല്ലാണ്ട് ചുമ്മാ കൊടുക്കുന്നു. നമുക്ക് തരുമ്പോ മാത്രം ഇങ്ങനെ. അപ്പൊ നമുക്ക് തോന്നൂല്ലേ? അന്ന് അങ്ങനെ ഫീൽ ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും. എന്നിട്ട് ഇത് തിരിച്ചു കൊടുത്തോണ്ടേയിരുന്നു. പിന്നെ ഇപ്പോഴും തിരിച്ചു കൊടുക്കും. ഇത് വേറെ കണക്കാണ്. ഇതിന്റെ അദ്ദേഹം ഉദ്ദേശിച്ച ഒരു ഉത്തരവാദിത്ത ബോധത്തിന്റെയും പണത്തിന്റെ മൂല്യം തിരിച്ചറിയലിന്റെയും ഒക്കെ ഒരു എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന്. ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു വിസ്ഡം ഉണ്ട് അതിനകത്ത്. ആ ഒരു ഉത്തരവാദിത്ത ബോധവും മാമിന്റേതാണ് ഈ സ്ഥാപനം. പിന്നെ ഞാൻ എങ്ങനെയാണെന്നറിയോ, എനിക്കിതൊന്നും പ്രശ്നമല്ല. എന്ത് വന്നാലും ഞാനത് ഫേസ് ചെയ്യും, ഞാൻ ചെയ്യും.
അല്ലാതെ ഞാനിതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അതിനു വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോയി. ഞാൻ അങ്ങനത്തെ ആളല്ല. അപ്പൊ ഞാൻ പക്ഷെ ഇത് ഒരിക്കലും പക്ഷെ വേറൊരു ഭാര്യയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കലഹവും വഴക്കും അല്ലെങ്കിൽ ഇതെൻ്റെ റൈറ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ബോധേഡല്ല സത്യം പറഞ്ഞു. ഞാൻ എൻ്റെതായ ഒരു ലോകമാണ്. അത് അങ്ങനെയാണോ എന്നാൽ ശരി, അങ്ങനെ ഇങ്ങനെയാണോ ഇങ്ങനെ ശരി, എന്നാലും ഞാൻ സർവൈവ് ചെയ്യും. അങ്ങനത്തെ ഒരു സർവൈവൽ സ്കില്ലുള്ള ആളാണ് ഞാൻ. മേ ബി അതായിരിക്കാം. ഞാനതിനെ കുറിച്ച് ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാനൊരിക്കലും അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനിങ്ങനെ എന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് ABCയിൽ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് എന്നെ അദ്ദേഹത്തിന് പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ കാണുമ്പോഴൊക്കെ അദ്ദേഹം നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കൂടി നടക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാനിങ്ങനെ നടന്നപ്പോൾ ഒരിക്കൽ ചോദിച്ചു, സാർ എന്താ ഭാര്യയ്ക്ക് കുറച്ച് പൈസ ബിസിനസ്സിന് കൊടുക്കാതെ ലോണായിട്ട് കൊടുത്തേന്ന്, സാർ എന്തിനാ തിരിച്ചു മേടിച്ചു? അപ്പോൾ പുള്ളിങ്ങനെ നിന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി, ആരടാ എന്നിട്ടൊരു കാരണം ആള് വിചാരിക്കണ്ട എന്റെ ഭാര്യ ആരത് എന്നോട് ചോദിച്ചിട്ടില്ല, നിങ്ങൾ എന്നിട്ട് തീർന്നില്ല. അപ്പൊ എന്നിട്ട് നോക്കി ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത്, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടന്നുപോയി. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന അത്തരം തീരുമാനങ്ങൾക്കൊക്കെ തന്നെ ആരോഗ്യകരമായ ഒരു കാരണമുണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. GK അത് മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു മിഡിൽ ക്ലാസ് എടുത്താലും അപ്പർ ക്ലാസ് എടുത്താലും ഇപ്പൊ ഭാര്യയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലോ സ്വർണം ഉണ്ടെങ്കിലോ അത് നമുക്ക് മൂലധനമായിട്ട് എടുക്കാം എന്ന് വിചാരിക്കുന്ന പുരുഷന്മാരുണ്ട്. അവരാരും തന്നെ അത് തിരിച്ചു കൊടുക്കുന്നില്ല. ഒരു 10 പവന്റെ സ്വർണം കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 പവൻ തിരിച്ചു കൊടുക്കാത്ത പുരുഷന്മാരുള്ള നാടാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത്, അതെ ഭൂരിഭാഗം. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്ര കാശ് കയ്യിൽ കൊടുത്തിട്ട് അത് ഇപ്പൊ എനിക്കാണ് അത് കിട്ടുന്നത്, എനിക്ക് എന്താ ഫീൽ ചെയ്യാന്ന് അറിയോ? എന്റെ സ്ഥാപനമാണ്, ഞാൻ ഇതിൽ വേറെ ആരെയും ആൻസറബിൾ അല്ല. ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് എൻ്റെ മനസ്സിലേ ഇല്ല. പിന്നെ ഇങ്ങനെ എവിടുന്ന പൈസ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ ശരിയാണല്ലോ പൈസ എവിടുന്നല്ലോ. അപ്പൊ അതെങ്ങനെ? അത് ലോണായിട്ട്, അത് ലോണായിരുന്നു അല്ലേ. അപ്പൊ അതെങ്ങനെ? ഇൻട്രസ്റ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊന്നും എന്നെ അങ്ങനെ ബാധിച്ചിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ മനസ്സിലും ഇല്ല. പക്ഷെ ഇത് ഇവന് ഇന്റർവ്യൂവിൽ അങ്ങനെയൊക്കെ അങ്ങനെ പുറത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിനെ കുറിച്ച് അതിനെ പുറകെ നടക്കുന്ന നമുക്ക് ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്ത ബോധം നമ്മൾ അറിയാം, ചിലപ്പോൾ അതുമായിരിക്കാം. ഈ അടുത്ത കാലത്ത് എനിക്കൊരു 100 പേരെങ്കിലും എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും, പല ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് പൈസ കാരണം ബ്ലോക്ക് ആയി നിൽക്കുന്നത്. ചിലർ ചിലപ്പോൾ മുദ്ര ലോൺ അപ്ലൈ ചെയ്യും, ചിലപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷന്റെ കാര്യത്തിലോട്ട് പോകും. അങ്ങനെ പല പോയിട്ട് അവർക്ക് പറ്റാതെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അവരുടെ മനസ്സിൽ ആ പാഷൻ നന്നായിട്ടുണ്ട്. പൈസ എന്നൊരൊറ്റ റീസൺ കൊണ്ട് കൊടുക്കാഞ്ഞിട്ടാണ്, കുടുംബക്കാർ കൊടുക്കാഞ്ഞിട്ടാണ്. പെണ്ണുങ്ങൾ ഇപ്പൊ ബിസിനസ് ചെയ്തിട്ട് എന്തിനാണ് പെണ്ണുങ്ങൾ അത് കേരളത്തിലെ ഒരു ഓർത്തഡോക്സ് ചിന്താഗതി ആണ് ഒരു ഭൂരിഭാഗം പുരുഷന്മാർക്കും. ഒരു സ്ത്രീ, എൻ്റെ ഓർമ്മ വയ്ക്കുമ്പോൾ മുതലേ അങ്ങനെയാണ്, ഒരു സ്ത്രീ ബിസിനസ്സിൽ കടക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഒന്ന് ഈ ഹസ്ബൻഡ് മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞ് ഒറ്റപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ ഹസ്ബൻഡ് മാറാരോഗ്യമായിട്ട് കിടക്കുമ്പോൾ മാത്രമാണ് ആ സ്ത്രീ കടയിലേക്ക് പോകുന്നത്, ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വിഭിന്നമായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അന്ന് 35 വർഷം മുമ്പാണ്. അന്ന് ഇങ്ങനെ ഒരുപാട് സ്ത്രീകളൊന്നും ബിസിനസ്സിലില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പാഷനായിരുന്നു. എനിക്ക് പൈസയുടെ ഇതിനേക്കാളും കൂടുതൽ അന്ന് എനിക്കിങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആവണം അതൊന്നും ആയിരുന്നില്ല എനിക്ക്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാം, എനിക്കതൊക്കെ ചെയ്യണം. ഞാനുണ്ടാകുന്ന ഡ്രസ്സുകൾ കുറേ പേര് ഇടണം. അത്രേ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO അനൂപ് സാർ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പൊ അന്ന് സാറിനോട് ഞാൻ വളരെ വിഷമത്തോടു കൂടി ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഷീല കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബീന കണ്ണനുണ്ട്, എടുത്തു പറയാനായിട്ടൊരു വേറെ ആരും ഇല്ല ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടൊരു പേര്. നമ്മള് ഇപ്പൊ LKG പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാലും 70 വയസ്സുള്ള ഒരാളോട് ചോദിച്ചാലും ഈ പേരുകളേ ഉള്ളൂ പറയാനായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എൻവയോൺമെന്റ് വരാത്തതെന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ സമയത്ത് ഓർക്കുന്നു അവനോട്. പക്ഷെ നമുക്ക് പേര് പറയാനില്ലല്ലോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം അവരുടെയൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബിസിനസ് അല്ല. സാധാ ഇപ്പം IT-യിലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കോമൺ മാന് ആവശ്യമുള്ള സാധനങ്ങളോ അങ്ങനത്തെ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം അവരെ അറിയപ്പെടാത്തത്. അല്ലാതെ ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ സാധാരണ ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഷിമാട്ടി ആയാലും വിസ്റ്റാർ ആയാലും ഉണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കോമൺ മാനിന് ആവശ്യമുള്ള. അതേസമയം IT അല്ലെങ്കിൽ ഭയങ്കര ടെക്നിക്കലി ആവശ്യമുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര ഹൈ പ്രൊഫൈൽ സാധനങ്ങൾ, അതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഒരുപാട്. അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കണം എന്നില്ല, വേറെ സ്ഥലത്തായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇതിപ്പോൾ നമ്മൾ ലോക്കൽ
ഒരു ബിസിനസ് അല്ലേ, അതുകൊണ്ടായിരിക്കാം. അതെ, മാഡം പറഞ്ഞൊരു പോയിന്റിൽ ഇപ്പൊ പറഞ്ഞു എബ്രോഡ് ആയിരിക്കാന്ന് പറഞ്ഞു, വേറെ സ്ഥലത്തായിരിക്കാന്ന് പറഞ്ഞില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അച്ഛനോട് ചോദിച്ചു, ഹസ്ബൻഡിനോട് ഇങ്ങനെ പൈസ ബിസിനസ് ചെയ്യാനായിട്ട് കിട്ടിയില്ല. കിട്ടിയത് അച്ഛൻ ഒരു അതിബുദ്ധി കൂടി കാണിച്ചു. നിങ്ങൾ ഇപ്പോഴും ഈ ചിരിക്കുന്ന ഒരു കാര്യമാണ്. പൈസ ചോദിച്ചാൽ പറയാ, ബാംഗ്ലൂർ ഞാനൊരു ഫ്ലാറ്റ് മേടിച്ചു തരാം നിനക്ക്, ഓക്കെ, ആ ഫ്ലാറ്റിന്റെ താഴത്തെ കാർഷെഡിന്റെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിനക്ക് ഞാനൊരു ഫാൻസി ഇട്ടുതരാം, ഫാൻസി സ്റ്റോർ ഇട്ടുതരാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും നിനക്ക് ഫാൻസി സ്റ്റോറിൽ ആള് വന്നാൽ കുഴപ്പമില്ല, പോകുമ്പോഴും ഫാൻസി സ്റ്റോറിൽ ഇരുന്ന് ടി വി കാണാം, ടി വിയും വെച്ച് തരാം. ഇനി അതിലെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു ഡെന്റൽ ഡോക്ടർ. ആളോടാ പറഞ്ഞു, കുടുംബമായ പിന്നെ കുട്ടികളുടെ കാര്യം നോക്കിയിരിക്കണം, അങ്ങനെ പറഞ്ഞു. അപ്പൊ അവള് പിന്നീട് ദുബായിൽ പോയി വർക്ക് ചെയ്ത് കാശുണ്ടാക്കി ബിസിനസ് ചെയ്തു. ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. അത് വേറെ കാര്യം. ഓക്കെ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം ഭർത്താവ് ബിസിനസ്സിൽ തിരക്കുള്ള മനുഷ്യനാണ്, മാമും ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഇതൊന്നും കുട്ടികൾക്കൊന്നും വലിയ പ്രായമായിട്ടുണ്ടാവില്ല അന്ന്, 10th ഒക്കെ പഠിക്കുമ്പോഴാണ്. കുടുംബത്തെ ഏതെങ്കിലും രീതിയിൽ സ്വകാര്യതയെ അല്ലെങ്കിൽ അതിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അഫക്റ്റ് ചെയ്തോ അതോ എഫക്റ്റ് ചെയ്യാതെ എങ്ങനെ മാനേജ് ചെയ്തു? ഇല്ല, അങ്ങനെ എഫക്റ്റ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ്, അതൊരു സ്ത്രീക്കേ പറ്റുള്ളൂ. എക്സ്പെർട്ടൈസ് ആണ്. നമുക്ക് മൾട്ടി ടാസ്കിങ്ങില് ഒരു സ്ത്രീയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഒരു മാനിന് പറ്റുമോ? ഇല്ല. കുട്ടികളുടെ കാര്യം നോക്കാനും വന്ന ഉടനെ കിച്ചണിലേക്ക് ഓടി. ഇപ്പം എനിക്ക് 2 പാർട്ട് ടൈം മെയ്ഡുണ്ട്, ചില ദിവസം 2 പേരും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മള് പിന്നെ ഇപ്പൊ സ്വിഗ്ഗി അതൊക്കെ ഉണ്ട്. പക്ഷെ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യാനൊക്കെ നമ്മൾ ചിലപ്പോൾ മറക്കും, നമുക്കത് പരിചയമില്ലല്ലോ ചെറുപ്പം മുതലേ. ചിലപ്പോൾ വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ രാവിലെ. കാര്യമല്ലല്ലോ, അന്നത്തെ കാര്യം എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ അതാ ഞാൻ പറഞ്ഞ, ഒരു സ്ത്രീക്ക് അതൊന്നും വലിയൊരു ചാലഞ്ച്. പിന്നെ പിള്ളേര് വലുതായിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂർ രാവിലെ കിട്ടി കഴിഞ്ഞാണെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ സമയത്തിന് എത്തുകയെന്ന് ചില ദിവസം ലേറ്റ് ആവും. കുറച്ചൊക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മളൊരു പ്രൊഫഷൻ ആവുമ്പോൾ. അല്ല, ഇപ്പം സ്ത്രീകൾ മൾട്ടി ടാസ്കിങ് ആണ്, നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. സ്ത്രീകൾ മൾട്ടി ടാസ്കിങ് ആണ്. സ്ത്രീകൾക്ക് കുടുംബവും സംരംഭവും സമൂഹവും എല്ലാം കൊണ്ടു നടക്കാൻ പറ്റും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് സ്ത്രീകളെ തന്നെയാണോ പുരുഷന്മാരെ തന്നെയാണോ? സ്ത്രീകൾക്ക് ഇത് എത്രത്തോളം അറിയാം എന്നുള്ളതാണ് എൻ്റെ ജനറേഷനിലൊക്കെ ഉള്ളവർ. ഇപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാ. കാരണം ആ ജനറേഷനിലെ ഹസ്ബൻഡ്സ് ഒന്നും അങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ കുട്ടികളുടെ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അവർ ബിസിനസ് നോക്കുന്നല്ലാണ്ട് വീട്ടിൽ ഓക്കെ റിപ്പയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലാതെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ കൊണ്ട് തന്നെയല്ലേ. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ടോന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്ട്നേഴ്സ് പോലെയാണ്. അതുകൊണ്ട് അവർക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവണമെന്നില്ല. 2 പേരും ഒപ്പം തന്നെയാണ്, എന്താ പറയുക, ഷെയർ ചെയ്യുകയാണ് വീട്ടിലത്തെ ജോലികളൊക്കെ. പക്ഷെ എനിക്ക് എൻ്റെ കുട്ടികൾ വലുതായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വലിയൊരു ചാലഞ്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാലാണ്, എന്നെ ശിക്ഷിക്കണം എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഓക്കെ ഒരാഴ്ച അനങ്ങാൻ പാടില്ല, കിടക്കണമെന്നോ ഇരിക്കണമെന്നോ പറഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്കത് ഒന്നും ചെയ്യാനില്ലെങ്കിലാണ് എനിക്ക് വിഷമം. അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല. വെൻ എന്നൊരു ഓർഗനൈസേഷൻ മാമിൻ്റെ നേതൃത്വത്തിൽ, വുമൺ ഓൺടർപ്രനേഴ്സ് നെറ്റ്വർക്ക്, ഈ ഇപ്പം 5 ചാപ്റ്റേഴ്സായി അല്ലേ? 6 ചാപ്റ്റേഴ്സായി. 7ാമത്തെ ചെന്നൈയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ പുതിയ വനിതാ സംരംഭകർ അല്ലെങ്കിൽ കുട്ടികളിലേക്ക് സംരംഭകത്വം, സ്ത്രീ കുഞ്ഞ്, അതായത് ലേഡീസിലേക്ക് വനിതാ സംരംഭകത്വം വളർത്താൻ വെൻ മുൻകൈ എടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണത്? ഞങ്ങൾ അങ്ങനെ സംരംഭകത്വം തുടങ്ങാനായിട്ട് ഉള്ള എഫേർട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് തുടങ്ങിയവരെ നർച്ചർ ചെയ്ത് അവരെ സക്സസ്ഫുള്ളാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്യും. അത് വേറെ ഒരു ലൈനാണ്. തുടങ്ങിപ്പിക്കുക എന്നുവെച്ചാൽ ഞങ്ങളെല്ലാവരും സംരംഭകരാണ്. വേറെ ആൾക്കാരെ കൊണ്ട് തുടങ്ങിപ്പിച്ച് അവരുടെ പുറകെ പഠിപ്പിച്ച് അവരെ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇത് തന്നെ നമുക്ക് സമയമില്ല. മീറ്റിംഗ് വെച്ച ആൾക്കാർക്ക് വരാൻ സമയമില്ല. ട്രെയിനിങ് പ്രോഗ്രാംസും ലേണിംഗ് സെഷൻസൊക്കെ വെച്ചാൽ തന്നെ ഒരു ബിസിനസ് ഒരു സ്ത്രീ ഒറ്റയ്ക്കൊക്കെ മിക്കവാറും ഒറ്റയ്ക്ക് നടത്തുന്നവരാണേ. അപ്പം അവർക്ക് അതിന് തന്നെ സമയമില്ല. അപ്പം പിന്നെ അതിനു വേണ്ടി വേറൊരാളെ കണ്ടുപിടിച്ച് അങ്ങനെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ചേർന്ന് ഇതൊക്കെ കണ്ടുപഠിച്ച് ചെയ്യാം. അതല്ലാതെ അത് നമ്മുടെ ഒരു ഇതല്ല. അതിനിവിടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും
അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷനുകളും ഗവൺമെൻറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടെ ജോലി. പക്ഷെ നിങ്ങൾക്ക് അകത്തുള്ള ആൾക്കാരുടെ ആ ഓൺടർപ്രീനേഴ്സിന്റെ നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആ ആണ്. നെറ്റ്വർക്ക് സ്ട്രോങ് ആണ്. അങ്ങോട്ടും ആ ഇങ്ങോട്ടും ഗ്രൂപ്പിൽ help ഒരുപാട് ചെയ്യും. സെയിലുകൾ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നും നമുക്ക് പോസ്റ്റ് ചെയ്യാം നമ്മുടെ ഫ്ലയേഴ്സ്. ഇപ്പോൾ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെയാണ് കേക്കൊക്കെ, അല്ലെങ്കിൽ കല്യാണം വന്നു കഴിഞ്ഞാൽ ഡ്രസ്സുകൾ, അല്ലെങ്കിൽ കേറ്ററിങ്, കേക്ക്, പിന്നെ സ്കിന്ന് എല്ലാം ഉണ്ട്. ആയുർവേദ, മസാജ്, അവിടെ ഇല്ലാത്തതൊന്നുമില്ല. കേൾക്കാത്ത ബിസിനസ്സുകളൊക്കെ എന്തെല്ലാം കേൾക്കണം അവിടെ. കാൻഡിൽസ്, ബൊക്കെ, ഫ്ലവർ അറേഞ്ച്മെന്റ്, ഡെക്കറേഷൻസ്, എല്ലാം ഉണ്ട്. എവറിത്തിങ് ഈസ് ദേർ ആ ഗ്രൂപ്പിനകത്ത് തന്നെ. 200 പേരുണ്ടെങ്കിൽ ഒരു 150 ബിസിനസ്സാണ്. 2-3 പേരേ ഉണ്ടാവുള്ളൂ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഇനി ബിസിനസ്സിൻ്റെ വിശേഷങ്ങളും ബിസിനസ്സിൻ്റെ കൗതുകങ്ങളും ഒക്കെ പങ്കിടാൻ സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിന് മാമിനോട് വളരെ വലിയ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.